80കളിലും 90കളിലും തെന്നിന്ത്യൻ സിനിമാ പോസ്റ്ററുകളിൽ ഈ ഒറ്റ പേര് മതിയായിരുന്നു തിയേറ്ററുകളിൽ ആളിക്കയറാൻ. കാന്തം പോലെയുള്ള കണ്ണുകളും മയക്കുന്ന ചിരിയുമായി സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ആ മാദക സുന്ദരിയെ അത്ര വേഗമൊന്നും ആർക്കും മറക്കാനാകില്ല. അതെ, ആന്ധ്രയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച വിജയലക്ഷ്മി എന്ന പെൺകുട്ടിയിൽ നിന്നും തെന്നിന്ത്യയുടെ മുഴുവൻ സിരകളിൽ തീപടർത്തിയ സിൽക്ക് സ്മിത എന്ന പ്രതിഭാസത്തിലേക്കുള്ള ദൂരം വെള്ളിത്തിരയിലെ ഏറ്റവും തിളക്കമേറിയതും എന്നാൽ അത്രത്തോളം തന്നെ നോവിക്കുന്നതുമായ ഒരു കഥയാണ്. കേവലം ഗ്ലാമർ പ്രദർശനത്തിന്റെ പേരിൽ മാത്രമായിരുന്നില്ല സിൽക്ക് സ്മിത പ്രേക്ഷകരെ കീഴടക്കിയത്. അവരുടെ ആ കാന്തിക ശക്തിയുള്ള കണ്ണുകൾക്കും ആരെയും ആകർഷിക്കുന്ന ശരീരഭാഷയ്ക്കും പിന്നിൽ ഗംഭീരമായ ഒരു അഭിനേത്രി കൂടി ഉണ്ടായിരുന്നു. ബാലു മഹേന്ദ്രയുടെ മൂന്നാം പിറൈ, ഭാരതിരാജയുടെ അലൈകൾ ഒയ്വതില്ലേ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം അവരുടെ അഭിനയ മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. മലയാളികൾക്ക് സ്മിതയെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലെ ലൈല എന്ന കഥാപാത്രമാണ്. മോഹൻലാലിന്റെ ആടുതോമയ്ക്കൊപ്പം ഏഴിമല പൂഞ്ചോല എന്ന പാട്ടിന് ചുവടുവെച്ച സ്മിതയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഗ്ലാമർ വേഷങ്ങൾക്കപ്പുറം സങ്കീർണമായ കഥാപാത്രങ്ങളെ അനായാസം അവതരിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അവരുടെ ഒരു പാട്ടോ നൃത്തമോ ഇല്ലാത്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമ അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നതാണ് സത്യം. ക്യാമറയ്ക്ക് മുന്നിൽ ആയിരങ്ങളെ ഹരം കൊള്ളിച്ച ആ ചിരിക്ക് പിന്നിൽ കടുത്ത ഏകാന്തതയും സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു പച്ച മനുഷ്യനും ഉണ്ടായിരുന്നു എന്നത് ലോകമറിഞ്ഞത് വളരെ വൈകിയാണ്. പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും നടുവിൽ നിൽക്കുമ്പോഴും സ്വന്തമായി ഒരു കുടുംബമോ ആത്മാർത്ഥ സ്നേഹമോ അവർക്ക് ലഭിച്ചില്ല. സാമ്പത്തിക ബാധ്യതകളും പ്രണയ നൈരാശ്യങ്ങളും ആ ജീവിതത്തെ വല്ലാതെ ഉലച്ചു. ഒടുവിൽ 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ വെറും 35-ാം വയസ്സിൽ അവർ ജീവനൊടുക്കിയെന്ന വാർത്ത സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. സിൽക്ക് സ്മിതയുടെ ജീവിതം സിനിമയെ വെല്ലുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു വാക്കല്ല. കാരണം ആ തീക്ഷ്ണമായ ജീവിതം പിന്നീട് വെള്ളിത്തിരയിലെത്തിയപ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2011 ബോളിവുഡിൽ പുറത്തിറങ്ങിയ ദ ഡേർട്ടി പിക്ചർ എന്ന ഒറ്റ ചിത്രം മതി അവർ ഇന്ത്യൻ സിനിമാ ലോകത്ത് ഉണ്ടാക്കിയ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. വിദ്യാബാലൻ സ്മിതയായി വേഷമിട്ട ഈ ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുക മാത്രമല്ല, വിദ്യാബാലന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരു ഗ്ലാമർ താരത്തിന്റെ ഉയർച്ചയും വീഴ്ചയും അതിനിടയിൽ അവർ നേരിട്ട മാനസിക സംഘർഷങ്ങളും ചൂഷണങ്ങളും സിനിമാ ലോകത്തിന്റെ ഇരുണ്ട കാണാപ്പുറങ്ങളും വളരെ സത്യസന്ധമായാണ് മിലൻ ലൂത്രിയ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. വിദ്യാബാലന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായി അത് ഇന്നും വിലയിരുത്തപ്പെടുന്നു. ഇനി സ്മിതയുടെ കരിയറിലെ ഏറ്റവും വലിയ സെൻസേഷൻ സൃഷ്ടിച്ച ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് ലയനം. 1989 തുളസിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം അക്കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളത്തിന് സമാനതകളില്ല. സ്മിതയുടെ മാദകത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്തിയ ഈ ചിത്രം അന്നത്തെ ബോക്സ് ഓഫീസിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. മലയാളത്തിൽ വൻ വിജയം നേടിയ ലയനം പിന്നീട് ഹിന്ദി, തെലുങ്കു, തമിഴ് തുടങ്ങിയ നിരവധി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും അവിടെയെല്ലാം വലിയ സാമ്പത്തിക വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഒരു സൂപ്പർ താരത്തിന്റെയോ നായകന്റെയോ പിൻബലമില്ലാതെ വെറും ഒരു നടിയുടെ പേരിൽ മാത്രം തിയേറ്ററുകളിലേക്ക് അന്ന് ആളുകൾ ഇരച്ചുകയറി. ലയനം എന്ന ഒരൊറ്റ ചിത്രം സ്മിതയുടെ താരപരിവേഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി. സ്ക്രീനിൽ ആളിക്കത്തിയ ആ തീപ്പൊരിയുടെ ജീവിതം ഒടുവിൽ ഒരു വലിയ ദുരന്തമായി അവസാനിച്ചുവെങ്കിലും ഡേർട്ടി പിക്ചർ പോലുള്ള സിനിമകളിലൂടെ തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടി വേറെ ഉണ്ടാകില്ല എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ പോലെ സ്ക്രീനിലെ മാദകത്വത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച കണ്ണുനീരിന്റെ കഥയായിരുന്നു സ്മിതയുടേത്. വെള്ളിത്തിരയിലെ വർണ്ണപ്പകിട്ടുകൾക്ക് പിന്നാലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി സിൽക്കിന്റെ മരണം ഇന്നും അവശേഷിക്കുന്നു. സ്നേഹിക്കാൻ ആരുമില്ലാതെ തികച്ചും ഏകാഗിയായി കടന്നുപോയ ആ കലാകാരി തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു ഇതിഹാസമായി ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു.